ഒരു പ്രൊഫഷണൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാം. ചിത്തിര വിമൻസ് അക്കാദമി. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. 3 ദിവസമായി അപകടത്തിൽ പരിക്കുപറ്റി റോഡരികിൽ അവശനായി കഴിഞ്ഞ സുകുമാരന് രക്ഷകരായി എത്തി വരോഡ് സ്കൂളിലെ NSS വളണ്ടിയർമാർ. 3 ദിവസമായി അപകടത്തിൽ പരിക്കുപറ്റി റോഡരികിൽ അവശനായി കഴിഞ്ഞ സുകുമാരന് രക്ഷകരായി എത്തി വരോഡ് സ്കൂളിലെ NSS വളണ്ടിയർമാർ. NSS ക്യാമ്പിന്റെ ഭാഗമായി നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കാനുള്ള സർവേയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നഗരത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവശനായ സുകുമാരനെ RS റോഡിൽ നിന്നും കണ്ടെത്തിയത്. സുകുമാരനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. എങ്കിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ ഇടപെട്ട താലൂക്ക് ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. സുകുമാരന്റെ മുഴുവൻ ചികിത്സയും സൂപ്രണ്ട് ഉറപ്പു നൽകിയതായി വാർഡ് കൗൺസിലറും അധ്യാപകനുമായ TP പ്രദീപ് കുമാർ പറഞ്ഞു. വരോഡ് സ്കൂളിലെ NSSന്റെ ക്യാമ്പിന്റെ ഭാഗമായി ഒറ്റപ്പാലം തെരുവിൽ അലയുന്ന ആളുകളുടെ കണക്കെടുപ്പും സർവേയുമായി ഒറ്റപ്പാലത്ത് ഇറങ്ങിയ സമയത്ത് RS റൂട്ടിൽ നിന്നാണ് സുകുമാരൻ എന്ന ആളെ കണ്ടുമുട്ടിയത്. കഴിഞ്ഞ 3 ദിവസമായി കാലിൽ ആക്സിഡന്റ് പറ്റി റോഡരികിൽ കിടക്കുന്ന സുകുമാരനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി എത്തിച്ച് ചികിത്സ നൽകിയിരിക്കുകയാണ്. 3 ദിവസമായിട്ടുള്ള മുറിവിൽ നിന്ന് അമിതമായ ദുർഗന്ധവും അതുപോലെ തന്നെ പുഴുവരിച്ച് കിടക്കുന്ന സുകുമാരനെ വിദ്യാർത്ഥികളും ഫ്രാൻസിയും ചേർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി എത്തിക്കുകയും അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ച് പാലക്കാട്ടേക്ക് അയക്കണമെന്ന നിർദ്ദേശമാണ് ആദ്യം വെച്ചതെങ്കിലും വിഷയത്തിൽ സൂപ്രണ്ടിനെ ഇടപെടിച്ച് ഇവിടെ തന്നെ അഡ്മിറ്റ് ആക്കാനുള്ള സംവിധാനം സൂപ്രണ്ട് തന്നു. മാത്രമല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ചികിത്സയും നൽകാമെന്നാണ് സൂപ്രണ്ട് ഏറ്റിട്ടുള്ളത്. 67 വയസ്സുകാരനായ സുകുമാരൻ കോങ്ങാട് സ്വദേശിയാണെന്നാണ് പറയുന്നത്. നല്ല പരിചരണം തന്നെ സുകുമാരന് ലഭിക്കുമെന്നാണ് വിശ്വാസം എന്നും TP പ്രദീപ് കുമാർ പറഞ്ഞു. എന്തായാലും 67-കാരനായ സുകുമാരന് ആരുമില്ലാത്തൊരവസ്ഥയാണ്. മക്കളില്ല, വിവാഹം കഴിച്ചിട്ടില്ല. കോങ്ങാടുടെ നിർദ്ദേശമെന്ന് പറയുന്നെങ്കിലും അനിയനും സഹോദരന്മാരൊന്നും ഇല്ല എന്നാണ് വിവരം. ക്ഷീണിതനാണ്, വലിയ മുറിവാണ് കാലുള്ളത്. നല്ല പരിചരണം തന്നെ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളും ഞങ്ങൾ ഉൾപ്പെടെ ഫ്രാൻസി ഉൾപ്പെടെ ചേർന്ന് സുകുമാരനെ ആശുപത്രി എത്തിക്കുകയും ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനവും ഒരുക്കി നൽകി.